ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ നികേഷിനോടും സുധീഷിനോടും പറയും, ഹരീഷ് എന്തായാലും ഈ കാര്യം അറിയാതെ നോക്കണം. അവൻ അറിഞ്ഞാൽ പിന്നെ നീതുവിന്റെ വീട്ടിൽ പോയി വഴക്കുണ്ടാക്കും, അത് തീർച്ചയാണെന്ന്. അന്നേരം നികേഷ് പറയും, നീതു എന്തായാലും ഹരീഷ് ഏട്ടനെ കാണാതിരിക്കില്ല. ആ കാര്യം അറിയുന്നതുകൊണ്ടേ അവളുടെ വീട്ടില് അടിയും ചീത്തവിളിയും ഒക്കെ ഉണ്ടെന്നേ. എന്നിട്ട് അവള് നിർത്തുന്നുണ്ടോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറയും, എടാ ഇനി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. അന്നേരം നമ്മുടെ ഹരീഷ് വണ്ടിയുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സുഭാഷ് പറയും നികേഷിന്റെ അടുത്ത്, ഡാ നികേഷെ, ആവശ്യമില്ലാതെ ഓരോന്ന് എടുത്തിടാൻ നിൽക്കരുത്, ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന്. ഓ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്ന് നികേഷും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹരീഷ് കയറി പോകുമ്പോൾ തന്നെ ഭാസ്കരൻ എടാ ഹരീഷെ എന്ന് വിളിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ അങ്ങ് ഉള്ളിലേക്ക് കയറി പോവാണ്. അവിടെ ചെല്ലുമ്പോൾ സുഭാഷിന് വല്ലാത്തൊരു സ്വീകരണം കേട്ടോ. എടാ ഹരീഷെ, നീ ഇവിടെ ഇരിക്കേ, നിനക്കേ വിശക്കുന്നതിന് ഞാൻ വല്ലതും എടുക്കട്ടെ എന്ന് ചോദിക്കാം. അന്നേരം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷ് പറയും, അതിന് ഞാൻ വന്ന് കയറുമ്പോൾ തന്നെ ഒന്നും കഴിക്കാറില്ലല്ലോ എന്ന്. ആദ്യം ഞാനൊന്ന് കയ്യും കാലും കഴുകിയിട്ട് വരാമെന്ന് പറയുമ്പോൾ, ഓ ശരി ശരി ചെല്ല് എന്ന് പറയട്ടെ നമ്മുടെ സുഭാഷ്. അത് കേൾക്കുമ്പോൾ തന്നെ സുധീഷ് അറിയണ്ട്, ഓഫ് നികേഷ് അറിയും, എന്ത് പണിയായിട്ടാ ഈ കാണിച്ചേ. സുഭാഷ് ഏട്ടൻ്റെ ഈ ചിരി കണ്ടാൽ തന്നെ ഹരീഷ് ഏട്ടന് മനസ്സിലാവും എന്തോ ഒന്ന് ഒളിപ്പിക്കുന്നുണ്ടെന്ന്. അന്നേരം നമ്മുടെ സുഭാഷ് ആ ചെയറിൽ തന്നെ ഇരുന്നിട്ട് പറയും, അതിന് ഞാനൊന്നും അവനോട് പറഞ്ഞില്ലല്ലോ, കഴിക്കാൻ എടുക്കട്ടെ എന്ന് മാത്രമല്ലേ ചോദിച്ചെന്ന്. അപ്പോൾ നികേഷ് പറയും, സാധാരണ ഹരീഷേട്ടൻ വന്ന് കയറുമ്പോൾ തന്നെ സുഭാഷേട്ടൻ ഇത് പറയാറുണ്ടോ? അന്നേരം നമ്മുടെ സുധീഷ് പറയും, എൻ്റെ സുഭാഷേട്ടാ, നിങ്ങൾക്ക് ഒരു കാര്യം ഒളിക്കാനോ മറയ്ക്കാനോ ഒന്നും തന്നെ കഴിയില്ല. കാലങ്ങൾക്ക് ശേഷം ഒരാൾ വന്നു കയറുന്നത് പോലെയാണല്ലോ നിങ്ങൾ ഹരീഷിനോട് പെരുമാറിയെന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ ഹരീഷ് അങ്ങ് കയറി വരിക. അപ്പോഴേക്ക് സുധീഷ് പറയും, ആ ഇതാര് ഹരീഷോ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷം? കടയിൽ കേടായ സ്കൂട്ടർ ഒരുപാട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിധി എന്ന് ചോദിക്കാട്ടോ. അന്നേരം നികേഷിന്റെ അടുത്ത് സുധീഷ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന്. ഓ വെരി നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കാൻ കേട്ടോ നികേഷ്. അപ്പോൾ നമ്മുടെ ഹരീഷ് ചോദിക്കും, അല്ല എല്ലാവരും കൂടി എന്താ എന്നെ കളിയാക്കുവാണോന്ന്. ഏയ് അങ്ങനെയൊന്നും ഇല്ലടാന്ന് സുധീഷ് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാട്ടോ നികേഷും സുഭാഷും കൂടി. അപ്പോഴേക്കും അവിടേക്ക് ഭാസ്കരൻ വരുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതില്ല എന്ന് പറയുമ്പോഴേക്കും ഇവരാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അങ്ങനെ ഭാസ്കരൻ ഹരീഷിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും, ഒരു പെണ്ണിനോടെ ഇഷ്ടമുണ്ടെങ്കിലേ അവളെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വഴി നീ നോക്കണം. അല്ലെങ്കിൽ തന്നെ പെണ്ണുങ്ങളുടെ പേരിൽ ഈ വീട്ടിൽ ആകെ നാറിയിരിക്കുക. അല്ലെങ്കിൽ തന്നെ ഒരുത്ത വന്നിട്ട് ഒരു പെണ്ണിനെ കുറിച്ച് ഓരോന്ന് വിളിച്ചു പറയാന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരീഷ് പറയും, ഇങ്ങോട്ട് ആരാ വന്നേന്ന്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ്, നിങ്ങളാരാ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചേന്ന് പറഞ്ഞിട്ട് ഭാസ്കരനെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. അന്നേരം ഹരീഷ് പറയും, അച്ഛനെ വിട്, അച്ഛൻ പറയട്ടെ എന്ന്. ഇവിടെ വന്നതേ നീ പ്രേമിക്കുന്ന പെണ്ണിൻ്റെ ചേട്ടനാന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കട്ടോ നമ്മുടെ ഹരീഷ്. അവനും അവൻ്റെ ഫ്രണ്ട്സും വന്നിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഭാസ്കരനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി സുധീഷ് വീണ്ടും ശ്രമിക്കും. അതെ, നിങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ ഞാൻ മറച്ചു വെക്കില്ല, അവൻ അറിയേണ്ട ഇതൊക്കെ എന്ന് പറയുമ്പോൾ വീണ്ടും സുധീഷ് ഭാസ്കരനെ പിടിച്ചിട്ട് പോവാണ് കേട്ടോ. ഞാൻ അവനോട് കാര്യം പറയട്ടെടാ എന്ന് പറയുമ്പോൾ കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഭാസ്കരനെ പിടിച്ച് പുറത്താക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഹരീഷ് പോയി സുഭാഷിൻ്റെ അടുത്ത് പറയും, ഏട്ടാ അച്ഛൻ പറഞ്ഞത് സത്യമാണോ? നീതുവിൻ്റെ ചേട്ടൻ അഖിലും കൂട്ടുകാരും പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നമല്ല മോനെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭാസ്കരൻ പറയണ്ട, അങ്ങനെ ഒരു പ്രശ്നമല്ല പോലും. അപ്പോൾ ഹരീഷ് ചോദിക്കും, അവരെന്ത് പ്രശ്നം ഉണ്ടാക്കിയോ ഒന്ന് പറയുമോന്ന്. അവരങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലടാ, അവൻ്റെ അനിയത്തിയുടെ അടുത്ത് നീ സംസാരിക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടമല്ല, അത് മാത്രം പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേറെ എന്താ പറഞ്ഞതെന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പോയി പറയും, വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ വിട്ട് കൊടുക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോയെന്ന്. അപ്പോഴേക്കും ഭാസ്കരൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. എടാ നീ പറയുന്നുണ്ടോ അതോ ഞാൻ പറയണോ? നമ്മളെല്ലാവരും പഴി കേട്ടതിന് ഉത്തരവാദി അവനാണല്ലോ, അപ്പോൾ അവനിവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിയണമെന്ന് ഭാസ്കരൻ പറയുന്നു. അപ്പോഴേക്കും സുധീഷ് പറയും, നിങ്ങളിപ്പോൾ ആരെ ഇങ്ങോട്ട് വിളിച്ചേന്ന്. അപ്പോഴേക്കും ഭാസ്കരൻ പറയുന്നുണ്ട് കേട്ടോ നടന്ന കാര്യങ്ങളൊക്കെ, അടി ആയി എന്നുള്ള കാര്യം. അവരുടെ വീടെന്താ വലിയ ബംഗ്ലാവാണോ, നമ്മളാരാ ചീത്ത വിളിക്കാൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ്റെ അപ്പൂപ്പനുണ്ടല്ലോ, ഞാനേ ലോറി ഓടിച്ചോണ്ടിരുന്നപ്പോഴേ അയാളത് കഴുകാൻ വരെ വന്നിരുന്ന ആളാണ്. പിന്നെ ആ ഓട്ടോക്കാരൻ ചന്ദ്രൻ ഉണ്ടല്ലോ, നിന്റെ ഭാവി അമ്മായിയപ്പൻ, അയാളെ കുറേ കാലം മുന്നേ എന്നെ ലോറി ഓട്ടിക്കാൻ പഠിപ്പിക്കോ എന്ന് ചോദിച്ച് എൻ്റെ പിന്നാലെ നടന്നവനാ. അപ്പോഴൊക്കെ സുഭാഷ് പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കുകയെന്ന്. ഞാൻ എന്തിനാടാ മിണ്ടാതിരിക്കുന്നത്? ആ നരുന്ത് പോലുള്ള ചെക്കൻ പ്രായത്തിന് മൂത്തതാന്ന് പോലും നോക്കാതെ എന്നോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇവനോട് വന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയും, ഇവൻ കാരണമാണല്ലോ നമുക്ക് ആ വഴക്ക് കേട്ടത്, അപ്പോൾ ഇവൻ അറിയണമല്ലോ, നിങ്ങളിപ്പോൾ ഫുള്ള് പറഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് സമാധാനമായല്ലോ, എന്നാൽ പിന്നെ ഇവിടുന്ന് ഒന്ന് ഇറങ്ങിപ്പോ എന്ന് സുധീഷ് പറയുന്നു. അപ്പോഴേക്കും
അപ്പോഴേക്കും നമ്മുടെ ഹരീഷിനാണെങ്കിൽ ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഏട്ടനെ അടിച്ചവൻ. അപ്പോഴേക്കും സുധീഷ് വന്നിട്ട് പറയും, അയ്യോ അങ്ങനെയൊന്നും സംഭവിച്ചില്ലടാ, ഞാൻ ഏട്ടനെ അടിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുമോ? നമ്മുടെ വീടിനെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അവന് ഒരെണ്ണം കൊടുത്തു എന്ന് പറയുന്നു. ഇത് നീ വിട്ടേക്കടാ എന്ന് പറയും. നമ്മുടെ വീടിനെ കുറിച്ച് മോശം പറഞ്ഞിട്ട് അവനെ വെറുതെ വിടാനാ? എങ്ങനെ വിടാനാ സുഭാഷ് ഏട്ടാ എന്ന് ചോദിക്കാട്ടോ നമ്മുടെ ഹരീഷ്. അപ്പോഴും ഹരീഷ് ഇങ്ങനെ തളച്ച് നിൽക്കട്ടോ. അച്ഛൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അവരുടെ വീട് എന്താ ബംഗ്ലാവാണാ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷ് പറയും, നമ്മുടെ വീടിനെ കുറിച്ചിട്ട് മോശം പറഞ്ഞവൻ നമുക്ക് ചെന്ന് ചോദിക്കാം ഹരീഷ്, നീ വാടാ എന്ന്. അപ്പോഴേക്കും സുഭാഷ് ഇടയിൽ കയറിയിട്ട് പറയും, എന്താടാ ഇതെന്ന്? അവൻ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ എന്നോടാ ചോദിക്കേണ്ടത്, അല്ലാതെ ഞാനില്ലാത്ത സമയം ഇവിടെ കയറി വന്ന് ഇവിടെ ഉള്ളവരോടല്ല ചോദിക്കേണ്ടത്. അവനോട് ചോദിക്കാനല്ലാതെ എനിക്കിപ്പോൾ ചോദിക്കണം എന്ന് പറയട്ടോ നമ്മുടെ ഹരീഷ്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, ഇപ്പം തന്നെ രാത്രിയായി, ഇനി ചോദിക്കലും പറയലൊന്നും ഇല്ലാന്ന്. അത് കേൾക്കുമ്പോൾ നമ്മുടെ നിധിൻ പറയുന്നുണ്ട് കേട്ടോ, ഹരീഷേ ഏട്ടൻ പറഞ്ഞത് ശരിയാണ്, ഇപ്പം രാത്രിയായി, ചോദിക്കാനും പറയാനുള്ളതൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നും വേണ്ടെന്ന് പറയുമ്പോൾ ഛേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് അങ്ങ് റൂമിലേക്ക് പോകുവാണ്. അങ്ങനെ നമ്മുടെ ഹരീഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുധീഷിൻ്റെ അടുത്ത് നിധി വന്നിട്ട് പറയും, സുധീഷേ ഇനി ഹരീഷിൻ്റെ അടുത്ത് പോയിട്ട് എരു കയറ്റി വിടാനൊന്നും നിൽക്കല്ലേ എന്ന് പറയുമ്പോൾ ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നു.